നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻത്രകരിപ്പൂർ, കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സെക്കുലർ മാർച്ച് കയ്യൂരിൽ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി കടപ്പുറത്ത് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം, മത്സ്യത്തൊഴിലാളികളുടെ വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിപ്പിച്ചു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് പ്രവൃത്തിക്കായി ഇറക്കിയ കരിങ്കൽ ജില്ലി പണി പൂർത്തിയാവാതെ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി കയറ്റിപ്പോകുന്നത് ഓട്ടോ തൊഴിലാളികൾ തടഞ്ഞു. ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവേദികൾ സജീവമായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാർക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്വീകരണം. വാർത്തകൾ വിശദമായി. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം സ്വരാജ് നയിക്കുന്ന സെക്കുലർ മാർച്ച് വടക്കൻ മേഖലാ ജാഥയ്ക്ക് കയ്യൂരിൽ ഉജ്ജ്വല സ്വീകരണം. ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി മാർച്ചിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ നിർവഹിച്ചു. ഡിവൈഎഫ്ഐയുടെ സെക്കുലർ മാർച്ചിന് കയ്യൂരിൽ തേജസ്വിനി പുഴയുടെ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ രക്തസാക്ഷി നഗറിൽ തുടക്കമായി. കയ്യൂർ നാളിതുവരെ കാണാത്ത ജനസഞ്ചയമാണ് സെക്കുലർ ഉദ്ഘാടന സമ്മേളനത്തിനെത്തിയത്. തങ്ങളുടെ പ്രിയ നേതാവ് വി.എസിനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനസമുദ്രം കയ്യൂരിലേക്ക് ഒഴുകിയത്. വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിലും 3 മണിക്ക് മുൻപ് തന്നെ കസേരകൾ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് കയ്യൂരിൽ കണ്ടത്. പാതയോരത്തും വയൽവരമ്പിലും വാഹനങ്ങളുടെ മുകളിലും എന്നുവേണ്ട നിന്നു തിരിയാൻ ഇടമില്ലാത്തവണ്ണം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. 5 മണിയോടെ വി.എസ്. എത്തിയപ്പോഴേക്കും മുദ്രാവാക്യം വിളിയുയർത്തിയും ആഹ്ലാദാരവങ്ങളോടെയുമാണ് അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചാനയിച്ചത്. പിന്നീട് ഹാരാർപ്പണവും കർഷകന്റെ തൊപ്പിയണിയിക്കലും നടന്നു. വി.എസ്. പ്രസംഗം ആരംഭിച്ചപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല. തികച്ചും ശാന്തമായിരുന്നു വി.എസിന്റെ പ്രസംഗം. ഫാസിസ്റ്റ് ശക്തികളുടെ നീക്കത്തിന് പരാജയം ഉണ്ടാക്കുവാൻ കഴിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഈ പ്രവർത്തനം അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കേരളത്തിന്റെ നാനാഭാഗത്തുമുള്ള ജനങ്ങൾ കാണുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കേരളത്തിൽ വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ ഒരുമയോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി സോഷ്യലിസം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ മോദി സർക്കാർ ബലികഴിക്കുകയാണെന്നും ഏത് ഭക്ഷണം കഴിക്കണം, കഴിക്കരുത്, ഏത് വസ്ത്രം ഉടുക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിലേക്ക് RSSും നരേന്ദ്രമോദിയും ഇന്ത്യയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി.എസ്. പറഞ്ഞു. വി.എസിന്റെ പ്രസംഗം കഴിഞ്ഞയുടനെ തന്നെ ജനങ്ങൾ ഒഴിഞ്ഞുപോയതും ശ്രദ്ധേയമായി. ചടങ്ങിൽ M. രാജഗോപാലൻ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ MLA കെ. കുഞ്ഞിരാമൻ, ഉദുമ MLA കെ. കുഞ്ഞിരാമൻ, ടി. വി. രാജേഷ് MLA, ജാഥ ക്യാപ്റ്റൻ M. സ്വരാജ്, ജാഥ മാനേജർ മുഹമ്മദ് റിയാസ്, AN ഷംസീർ, VPP മുസ്തഫ, KP സതീഷ് ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സെക്കുലർ മാർച്ചിന് ബുധനാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. 6000 പേരുടെ റാലിയോടെ നടക്കുന്ന സ്വീകരണ യോഗത്തിന് വിപുലമായ ഒരുക്കങ്ങളായി. സെക്കുലർ മാർച്ചിന്റെ ഭാഗമായി പയ്യന്നൂരിൽ 6000 പേരുടെ റാലി സംഘടിപ്പിക്കും.
മാർച്ച് ചരിത്ര വിജയമാക്കാൻ പയ്യന്നൂരിലും കരിവെള്ളൂരിലും ഒരുക്കങ്ങളായി. 18-ന് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് മാർച്ചിനെ ജില്ലയിലേക്ക് വരവേൽക്കും. 2000 വളണ്ടിയർമാർ സ്വീകരിക്കും. പകൽ 3-ന് കരിവെള്ളൂരിൽ ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. തുടർന്ന് പെരുമ്പയിലെത്തുന്ന മാർച്ചിനെ 15 മേഖലാ കമ്മിറ്റികളുടെ കീഴിൽ അണിനിരക്കുന്ന യുവജനങ്ങൾ വരവേൽക്കും. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ആയോധന കല എന്നിവ അവതരിപ്പിക്കും. സ്വീകരണ സമ്മേളനം ടി.കെ. ഹംസ ഉദ്ഘാടനം ചെയ്യും. ടി.ഐ. മധുസൂദനൻ അധ്യക്ഷനാകും. സി. കൃഷ്ണൻ എം.എൽ.എ, പി.എ. മുഹമ്മദ് റിയാസ്, ബിനോയ് കുര്യൻ എന്നിവർ സംസാരിക്കും. പുതിയങ്ങാടി കടപ്പുറത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മത്സ്യത്തൊഴിലാളികളുടെ വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിപ്പിച്ചു. 40,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും നശിപ്പിച്ചത്. വള്ളത്തിന് കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി കെ.ടി. ഹംസ, എ.വി. അസൈനർ എന്നിവരുടെ വള്ളങ്ങളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് സാധനങ്ങൾ കടപ്പുറത്ത് വെച്ച് മടങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ ജോലിക്ക് പോകാൻ എത്തിയപ്പോഴായിരുന്നു വലയും മറ്റും നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ചുക്കാൻ, തണ്ട്, പൈപ്പ്, സിഗ്നൽ ലൈറ്റ്, മത്തിവല, ഐലവല എന്നിവയെല്ലാം മോഷണം പോവുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വലകൾ കീറി നശിപ്പിക്കുകയും ചെയ്തതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പണിക്ക് പോകുന്നതാണ്. 4 മണിക്ക് പണിക്ക് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് ഈ വല 3 കെട്ട് വലയും കാണുന്നില്ല. ഇങ്ങനെ ഫൈബർ എല്ലാം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് ഫൈബറിന്റെ ഈ തണ്ടും ചുക്കാനും എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് 2 മിന്നിച്ചർ ഈ ആനച്ചങ്ങല വലിയ ഐലൻഡിൽ പണിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, നമ്മൾക്ക് തടിക്ക് ആവതില്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഈ അരിയത്ത് പണിയെടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. രാത്രികാലങ്ങളിൽ പുതിയങ്ങാടി കടപ്പുറം ഭാഗങ്ങളിൽ പരസ്യമദ്യപാനം പതിവായിരിക്കുകയാണ്. ഇത്തരക്കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാർക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതിനൊരു ബഹുമതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് സമാർജിക്കാൻ കഴിയും വിധം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളും തുറന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങി കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയിൽ വരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം കാര്യമാത്ര പ്രസക്തമായ പങ്ക് വഹിക്കുന്നവരായിരിക്കും. 4-ാം വാർഡിൽ നിന്ന് മത്സരിച്ച ചടങ്ങിൽ തെരഞ്ഞെടുത്ത മെമ്പർമാരെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഏരിയ സെക്രട്ടറി കെ. പത്മനാഭൻ എന്നിവർ ഹാരാർപ്പണം ചെയ്തു. ടി. രാജൻ അധ്യക്ഷത വഹിച്ചു. ടി. ദാമോദരൻ, കെ. പത്മനാഭൻ, ഇ. ബാലൻ, റഫീഖ് പാണപ്പുഴ, ചിണ്ടൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് പ്രവൃത്തിക്കായി ഇറക്കിയ കരിങ്കൽ ജില്ലി പണി പൂർത്തിയാകാതെ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി കയറ്റിപ്പോകുന്നത് ഓട്ടോ തൊഴിലാളികൾ തടഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ ചന്ദേര പോലീസ് ബന്ധപ്പെട്ടവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പരിഹാര ശ്രമം ആരംഭിച്ചു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഫിഷറീസ് റോഡിന്റെ വീതി കൂട്ടുന്നതിനും തകർന്ന ഭാഗം അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം സുഗമമാക്കുന്നതിനുമായി ഇറക്കിയ കരിങ്കൽ ജില്ലയാണ് പണി പൂർത്തിയാക്കാതെ തിരിച്ചെടുക്കാൻ ശ്രമം ആരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ ജില്ലി വാരി ടിപ്പറിൽ നിറയ്ക്കുന്നത് കണ്ട ഓട്ടോ തൊഴിലാളികളാണ് ജില്ലി കയറ്റുന്നത് തടഞ്ഞത്. കണ്ണ് പൊട്ടിയിട്ട് പകുതിക്ക് വെച്ച് പോവുകയായത്. ഇപ്പം ഈ ഗേറ്റിൻ്റെ ഇപ്പുറം കഴിഞ്ഞിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ടാർ ചെയ്തിട്ട് ഒരാഴ്ച മാത്രം അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 6 മാസക്കാലത്തോളം നമ്മൾ ഈ കുണ്ടിൽ വീണ് ഈ വണ്ടിയും നമ്മുടെ ഡ്രൈവർ സ്ഥിതിയും യാത്രക്കാർ സ്ഥിതിയിലും വളരെ പരിതാപകരമായ നിലയിൽ എല്ലാ അധികാരികളെടുക്കും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് മുറവിളി കൂട്ടിയിട്ടാണ് ആ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റോഡ് ബ്ലോക്കാക്കിയിട്ടാണ് ടാർ ചെയ്തത്. നമ്മൾ വിചാരിച്ച് കൃത്യമായി ചെയ്തതിൻ്റെ പിറ്റേത്തെ ആഴ്ച ഒരു മഴ പാറുമ്പോൾ ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഗേറ്റ് തൊട്ട് കിടക്കുന്നത്. ഈ ഏകദേശം എല്ലാ റോഡും ഇതാണ് അവസ്ഥ. സ്ഥലത്ത് സംഘർഷാവസ്ഥ സംജാതമായതോടെ വിവരമറിഞ്ഞെത്തിയ ചന്ദേര പോലീസ് ബന്ധപ്പെട്ടവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇപ്പൊ ജനങ്ങൾ പറയുന്നതിന് നമ്മളൊരു മാന്യത കൊടുക്കണം. അപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ സ്റ്റേഷനിൽ CIന്റെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ട് ഇത് SIന്റെ നേതൃത്വത്തിൽ സംസാരിച്ച് നമുക്ക് തീർക്കാം. പരിയാരം മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാരൻ പി. സുകേഷിനെ 6-അംഗ മുഖംമൂടി സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് മദ്യപിച്ച് ഹോസ്റ്റലിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ സുകേഷ് തടഞ്ഞതായും പറയുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. 6-അംഗ മുഖംമൂടി സംഘമാണ് ആക്രമിച്ചതെന്ന് സുകേഷ് പറയുന്നു. ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. MV രവീന്ദ്രൻ, അജിത്ത് മുണ്ടേരി,
ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പട്ടാപ്പകൽ തൃക്കരിപ്പൂർ പള്ളി പരിസരത്ത് നിന്ന് പരസ്യ മദ്യപാനം. മദ്യപന്മാരെ ചന്ദര പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. തൃക്കരിപ്പൂർ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ നിന്നും തൊട്ടടുത്ത മുസ്ലിം പള്ളിക്ക് പരിസരത്ത് നിന്നുമാണ് മദ്യപിച്ച് ലക്ക് കെട്ടവരെ ചന്ദര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വായിൽ തോന്നിയ രീതിയിൽ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പുലമ്പിയ മദ്യപന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രണ്ടുപേരിൽ ഒരാൾ നല്ല മൂഡിലും മറ്റൊരാൾക്ക് ക്യാമറ കാണുമ്പോൾ അല്പം ചമ്മലും തോന്നി. പോലീസ് കേസെടുത്തു. ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവേദികൾ സജീവമായി. നാട്യേതര മത്സരങ്ങളിൽ അരങ്ങു തകർക്കുകയാണ്. സംഘാടകരുടെ ചിട്ടയായ പ്രവർത്തനവും സംഘാടന മികവും പരിപാടിക്ക് മാറ്റുകൂട്ടാൻ ഏറെ സഹായകമായി. ജഡ്ജസും മത്സരാർത്ഥികളും കൃത്യസമയത്ത് തന്നെ എത്തിയതിനാൽ പരിപാടി തുടങ്ങുന്നതിനായി കൃത്യനിഷ്ഠ പാലിക്കാനും കഴിഞ്ഞു. 6ഓളം വേദികളിലായി നടക്കുന്ന പരിപാടിയിൽ കാണികളുടെ എണ്ണക്കുറവ് പരിപാടിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നൃത്തപരിപാടികൾ നടക്കുന്ന 1ാം വേദിയിലാണ് പ്രധാനമായും കാണികളുള്ളത്. ചിറ്റാരിക്കൽ ഉപജില്ലയുടെ പടിഞ്ഞാറേയറ്റത്തായതിനാൽ മത്സരാർത്ഥികൾക്ക് എത്തിപ്പെടാനും വളരെ പ്രയാസം നേരിടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ഉപജില്ലാ കലോത്സവത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്നത് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ലതാബായി ടീച്ചറാണ്. കലോത്സവ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിരിക്കാം ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി ഒരു വനിത മുന്നോട്ട് വരുന്നത്. ലതാബായി ടീച്ചറെ കാണണമെങ്കിൽ സമയം ചോദിക്കേണ്ട സ്ഥിതിയായിരിക്കുകയാണ്. അത്രയ്ക്ക് തിരക്കാണ് അവർക്ക്. മുഴുവൻ പ്രോഗ്രാമിൻ്റെയും ചുമതല. സാധാരണ പുരുഷന്മാർ പോലും ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിയിലാണ് തൻ്റെ ഇടത്തോടെ ടീച്ചർ ഏറ്റെടുത്തത്. കലാസാംസ്കാരിക രംഗത്ത് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ടീച്ചർ സ്കൂളിൽ മാത്രമല്ല നാട്ടുകാർക്കും സുപരിചിതയാണ്. സംഘാടക സമിതിയിൽ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെയാണ് ടീച്ചർ ഏറ്റെടുത്തത്. തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന് പറഞ്ഞതുപോലെ ഏറ്റെടുത്ത പരിപാടികളെല്ലാം ഭംഗിയാക്കുന്ന ടീച്ചർക്ക് ഇതും കിരീടത്തിലെ ഒരു പൊൻതൂവലായി നിലനിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കമ്പല്ലൂരിൽ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രവർത്തനത്തിലൂടെ മാതൃകയാവുകയാണ് ഭക്ഷണ കമ്മിറ്റി. സാധാരണ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഭക്ഷണ വിഭാഗത്തിൽ കൃത്യതയാർന്ന പ്രവർത്തനത്തിലൂടെയാണ് കമ്മിറ്റി ശ്രദ്ധ നേടുന്നത്. മത്സരാർത്ഥി മത്സരത്തിന് കാത്തു നിൽക്കുകയാണോ? ഭക്ഷണത്തിനുള്ള സമയമാണെങ്കിൽ പേടിക്കേണ്ട, കാത്തിരുന്ന് മുഷിയുകയും വേണ്ട. പാർസൽ ഭക്ഷണം മത്സരാർത്ഥിയുടെയും എസ്കോർട്ടിൻ്റെയും കൈകളിലെത്തും. കുടിവെള്ളം ആവശ്യമാണോ എന്ന് ചോദിച്ചറിഞ്ഞ് വളണ്ടിയർമാർ എത്തും. ഇത് ഭക്ഷണ കമ്മിറ്റിയുടെ കമ്പല്ലൂർ മാതൃക. സാധാരണ കലോത്സവ വേദികളിൽ ഏറെ തലവേദന സൃഷ്ടിക്കുന്നതാണ് ഭക്ഷണ കമ്മിറ്റി. ഭക്ഷണം സമയത്ത് കിട്ടാതെ വരിക, തികയാതെ വരിക തുടങ്ങിയവ. ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി കൃത്യസമയത്ത് തന്നെ ഭക്ഷണം എത്തിക്കുകയാണ് ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ. സ്ത്രീകളും വിദ്യാർത്ഥികളും പുരുഷന്മാരുമടക്കം 100ഓളം പേർ ഓടി നടന്നാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കുടുംബശ്രീ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമവും ഈ വിജയത്തിന് പിന്നിലുണ്ടെന്നും സംഘാടകർ പറയുന്നു. നമ്മുടെ ഈ കമ്മിറ്റിയിലെ ആൾക്കാർ ഇത് പ്രാദേശിക സമിതിയിൽ അങ്ങനെ ഉൾപ്പെട്ട് സഹകരണത്തോടുകൂടി വളരെ നന്നായിട്ട് ജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇവിടെയുള്ള ഈ വിദ്യാർത്ഥി മുഴുവൻ കുട്ടികൾക്കും അതുപോലെ ഒഫീഷ്യൽസ് മറ്റു സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടുത്തെ മറ്റ് നമ്മളെ സഹകരിക്കുന്ന മറ്റു നാട്ടുകാർക്ക് എല്ലാം തന്നെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. വിവിധതരം കറികളോടുകൂടിയ വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കലോത്സവ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. കലോത്സവത്തിന് എത്തുന്നവരെ തൃപ്തിപ്പെടുത്തി തികച്ചും പുതിയൊരു മാതൃക തന്നെയാണ് കമ്പല്ലൂർ സൃഷ്ടിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പഴയങ്ങാടി എക്സ് സർവീസ്മെൻ ബാങ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന വാഴഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. മാടായി എഇഒ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കണ്ണൂർ ജില്ലാ എക്സ് സർവീസ്മെൻ ബാങ്ക്, നെഹ്റു യുവകേന്ദ്ര, താവം ദേവിവിലാസം LPU സ്കൂൾ സംയുക്തമായിട്ടാണ് വാഴഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം താവം ദേവിവിലാസം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും 2 വീതം ടിഷ്യൂ കൾച്ചർ വാഴ വിതരണം ചെയ്തു. മികച്ച രീതിയിൽ വാഴകൃഷി നടത്തി വിജയം നേടുന്നവർക്ക് ക്യാഷ് അവാർഡ് നൽകും. കൃഷി ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും സാക്ഷ്യപത്രവും നൽകും. താവം ദേവിവിലാസം സ്കൂളിൽ നടന്ന വാഴഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം മാടായി എഇഒ പി നാരായണൻകുട്ടി നിർവഹിച്ചു.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഊർജം വേണം. അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നു. അതുപോലെ വാഴക്കും നല്ല ആരോഗ്യം വേണമെങ്കിൽ വാഴക്കും ഭക്ഷണം കൊടുക്കണം. കെ ശശികല അധ്യക്ഷയായി. വി പി രഞ്ജി, രാമകൃഷ്ണൻ മാവിലവീട്, പി വി ഉമാദേവി, കെ പ്രമോദ്, പി പി സന്തോഷ്, അബൂബക്കർ ചെറുകുന്ന, ലതീഷ് കെ വി, ടി ഷിനു, സൂരജ് എം എം, കെ രാജേഷ്, നികേഷ് താവം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. കേരള കൃഷി വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ പി രവീന്ദ്രൻ ക്ലാസ് എടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയുടെ പരിപോഷണത്തിന്റെ ഭാഗമായി 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുകയാണ്. കേരള കൃഷി വകുപ്പ് തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തിയ മണ്ണിന്റെ ആരോഗ്യവും പരിപോഷണവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ പി രവീന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഒരു അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസും കൂടി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എന്താണ് ആ പ്രാധാന്യം? ഇന്റർനാഷണൽ ഇയർ ഫോർ സോയിൽസ്, അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ് 2015. അപ്പോൾ 2014 ഇതേപോലെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. കൃഷി ഓഫീസർ കെ വി ഷീന സ്വാഗതം പറഞ്ഞു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രവി സംബന്ധിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 19 മുതൽ തൃക്കരിപ്പൂർ VPP സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ചെറുവത്തൂർ, ഹോസ്ദുർഗ്, ബേക്കൽ, ചിറ്റാരിക്കാൽ, മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിൽ നിന്നായി 7000-ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. ഹൈസ്കൂളിന് പുറമെ സെന്റ് പോൾസ് AUP സ്കൂൾ, കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ മത്സരങ്ങൾ നടക്കും. രജിസ്ട്രേഷൻ 18-ന് 10 മണിക്ക് ആരംഭിക്കും. മുൻവർഷം നേടിയ റോളിംഗ് ട്രോഫികളും ഓവറോൾ ട്രോഫികളും രജിസ്ട്രേഷൻ സമയത്ത് കൊണ്ടുവരണമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക ശാസ്ത്രം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രാദേശിക ചരിത്രരചനാ മത്സരം 18-ന് നടക്കും. 19-ന് പ്രവൃത്തി പരിചയമേള കൂലേരി LP സ്കൂളിലും നടക്കും. ആദ്യ ദിവസം പ്രവൃത്തി പരിചയത്തിൽ 120 ഇനങ്ങളിൽ 1650 കുട്ടികളും സയൻസിൽ 26 ഇനങ്ങളിലായി 700 കുട്ടികളും പങ്കെടുക്കും. 20-ന് ഹൈസ്കൂൾ സാമൂഹിക ശാസ്ത്രമേളയും IT മേളയും നടക്കും. കൂലേരി ഹൈസ്കൂളിൽ പ്രവൃത്തി പരിചയ സെമിനാറും നടക്കും. കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ഗണിതശാസ്ത്രമേള 20-ന് സെന്റ് പോൾസ് AUP സ്കൂളിൽ നടക്കും. സാമൂഹിക ശാസ്ത്രമേളയിൽ 20 ഇനങ്ങളിൽ 500 കുട്ടികളും IT വിഭാഗത്തിൽ 17 ഇനങ്ങളിൽ 200 വിദ്യാർത്ഥികളും പങ്കെടുക്കും. ഗണിതമേളയിൽ 33 ഇനങ്ങളിൽ 500-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. മേള 19-ന് രാവിലെ 10 മണിക്ക് കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് MTP കരീം അധ്യക്ഷത വഹിക്കും. 18-ന് 3 മണിക്ക് നടക്കുന്ന വിളംബര ജാഥ തങ്കേമുക്കിൽ നിന്ന് ആരംഭിക്കും. 20-ന് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ ഭാരവാഹികളായ DDE ഇൻചാർജ് PK രഘുനാഥ്, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് MTP കരീം, ഗംഗാധരൻ വെള്ളൂർ, KS കീർത്തിമോൻ, V ശിവദാസ്, M മോഹനൻ, CK ഹരീന്ദ്രൻ, രാഘവൻ മാണിയാട്ട് എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള നവംബർ 18-ന് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. 94 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ൽ പരം കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. നമ്മുടെ ഉപജില്ലയിൽ 2000-ഓളം അത്ലറ്റുകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം, അതും അവരുടെ വയസ്സിനനുസരിച്ച് വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 53ാമത് പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള നവംബർ 18, 19, 20, 21 തീയതികളിലായി പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. മേളയുടെ ഉദ്ഘാടനം നവംബർ 20-ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ MLA C കൃഷ്ണൻ നിർവഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷത വഹിക്കും. 21-ന് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം നടക്കും. സമ്മാനദാനം മുനിസിപ്പൽ ചെയർമാൻ നിർവഹിക്കും. മേളയുടെ തുടക്കം കുറിച്ചുകൊണ്ട് 18-ന് രാവിലെ 9 മണിക്ക് പയ്യന്നൂർ AEO VM രാജീവൻ പതാക ഉയർത്തും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന PT ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. മാധ്യമ സമ്മേളനത്തിൽ AEO VM രാജീവൻ, സെക്രട്ടറി C സുന്ദരൻ, R ഗംഗാധരൻ, രവീന്ദ്രൻ പള്ളത്ത്, M ബാലകൃഷ്ണൻ, TS രാമചന്ദ്രൻ, ജോക്ലിൻ ബിന്ന സ്റ്റാൻലി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഉദയാസ്തമനം അരങ്ങിലടിയന്ത്രത്തിനൊടുവിൽ തേങ്ങയേറോടെ സമാപിച്ചു.
വൃശ്ചികം 1 ചൊവ്വാഴ്ച പുലർച്ചെ അരങ്ങിലടിയന്തര ചടങ്ങിൽ കണ്ണങ്ങാട്ട് ഭഗവതി, പുല്ലൂർക്കാളി, പുലികണ്ഠൻ, മുച്ചിലോട്ട് ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ അരങ്ങിലെത്തി മൊഴിചൊല്ലി നർത്തനമാടിയതോടെ ഉദയാസ്തമനത്തിന് തുടക്കമിട്ടു. കാർത്തിക, പുത്തരി, പൂരം, ഉദയാസ്തമനം എന്നീ 4 പ്രധാന ദിനങ്ങളാണ് തമ്പുരാട്ടിക്ക് പ്രധാനം. പാതിരാത്രിക്ക് ശേഷം അരങ്ങിലെത്തിയ ദേവീദേവന്മാരുടെ ഉറഞ്ഞാട്ടം ഉറക്കമളച്ചിരുന്ന ഭക്തർക്ക് വേറിട്ട അനുഭവമായി. അന്തിത്തിരിയനും ആചാരക്കാരും ബാല്യക്കാരും വിവിധ മുച്ചിലോട്ട് സ്ഥാനികരും നാട്ടുകാരുമടക്കം നിരവധി പേർ മഞ്ഞൾക്കുറി വാങ്ങിയും അനുഗ്രഹമേറ്റുവാങ്ങിയും സായുജ്യമടഞ്ഞു. അരങ്ങിലടിയന്തരത്തിനൊടുവിൽ പുലിയൂർക്കാളിയുടെ പ്രതിപുരുഷൻ ക്ഷേത്രത്തിന് ഇടതുവശത്തു നിന്നും പുലികണ്ഠൻ ദൈവത്തിന്റെ പ്രതിപുരുഷൻ വലതുവശത്തു നിന്നും തേങ്ങയേറ് നടത്തിയതോടെ ഉദയാസ്തമനത്തിന് സമാപ്തിയായി. നിവേദ്യപ്രസാദ വിതരണത്തോടെ ഭക്തർ പിരിഞ്ഞു. വെങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് വെങ്ങരയിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പാലക്കില്ലത്ത് ഈശ്വരവാദ്യാർ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. കലിയുഗവരദനായ ശ്രീ അയ്യപ്പ ഭഗവാന്റെ നിത്യചൈതന്യം കുടികൊള്ളുന്ന വെങ്ങര ശ്രീ ശാസ്താംകുളം ധർമ്മശാസ്ത്ര ഭജന മന്ദിരം 1 വർഷം കൊണ്ട് പുനർനിർമ്മാണം നടത്താൻ സാധിച്ചു. ഇതിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ശാസ്ത്രപൂജ എന്നിവ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വെങ്ങര മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് 52 വർഷങ്ങൾക്ക് ശേഷം ഒറ്റക്കോല മഹോത്സവം നടക്കുന്ന കർണപ്പള്ളി ശ്രീ പെരിയാട്ട് ചാമുണ്ഡി ക്ഷേത്രത്തിൽ അടയാളം കൊടുക്കൽ ചടങ്ങും നാൾമരമുറിക്കലും നടന്നു. കാലകളിയാട്ടത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ അടയാളത്തിൻ്റെ ആവശ്യമില്ല. ഒറ്റക്കോലായതുകൊണ്ടാണ് അത് അടയാളം കൊടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2016 ജനുവരി 5, 6, 7 തീയതികളിലാണ് ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത്. കളിയാട്ട ദിവസം അരങ്ങിലെത്തുന്ന വിവിധ തെയ്യക്കോലങ്ങളുടെ കോലധാരിക്കുള്ള അടയാളം കൊടുക്കൽ ചടങ്ങ് ക്ഷേത്രസന്നിധിയിൽ നടന്നു. ക്ഷേത്രം ആചാരക്കാർ, സ്ഥാനികർ, ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മേലേരിക്കുള്ള നാൾമരം മുറിക്കലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണാധികാരികൾ 18-നും 19-നുമായി ചുമതലയേൽക്കും. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും ആശങ്കകളും പങ്കുവെക്കുകയാണ് ഇന്നത്തെ മാറ്റുലിയിൽ. താഴെത്തട്ടിൽ അധികാരത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തെ തിരിച്ചറിയുന്നവരെന്നുള്ള നിലയിൽ വികസനത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മറ്റ് എല്ലാ മേഖലകളിലും വളരെ നല്ലൊരു ഭരണം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അവർ ഈ നാട്ടിൻ്റെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് പഞ്ചായത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ ജനങ്ങളോടുള്ള ബാധ്യത എന്തൊക്കെയാണെന്ന് അവർ ഉത്തമ ബോധത്തോടു കൂടി തന്നെ ജനങ്ങളെ സേവിച്ചാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ രംഗത്തും ജനങ്ങൾ അവരെയും സ്നേഹിക്കും. വളരെ പ്രതീക്ഷയോടാണ് ഓരോ ഭരണവും വരുമ്പോൾ ജനങ്ങൾ കാത്തിരിക്കുന്നത്. മെമ്പറാകുന്നതും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതും പാർട്ടി ചാനലുകളാണെങ്കിലും ഒരു ജനപ്രതിനിധി ഒരു മെമ്പറായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ വാർഡിൻ്റെ ഒരു ജനപ്രതിനിധിയാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനും ക്ഷേമകാര്യങ്ങൾക്ക് ഊന്നൽ നൽകാനും ഓരോ മെമ്പർ തയ്യാറാകുന്നു. അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൻ്റെ സാമൂഹിക സാംസ്കാരിക വികസന മേഖലയിൽ ആ ജനപ്രതിനിധിക്ക് എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അത് അവിടെ വേറൊരു വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയമോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ജനങ്ങളോടൊപ്പം ഒപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം കോർത്തുകൊണ്ട് വികസന മേഖലയിലേക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് അവർ മുൻകൈക്കൊണ്ടത്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സെക്കുലർ മാർച്ച് കയ്യൂരിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി കടപ്പുറത്ത് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മത്സ്യത്തൊഴിലാളികളുടെ വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിപ്പിച്ചു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് പ്രവൃത്തിക്കായി ഇറക്കിയ കരിങ്കൽ ജില്ലി പണി പൂർത്തിയാവാതെ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി കയറ്റിപ്പോകുന്നത് ഓട്ടോ തൊഴിലാളികൾ തടഞ്ഞു. ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവേദികൾ സജീവമായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാർക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്വീകരണം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.